ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത ഹാപ്പി രാജ് എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ആനന്ദ് രാജ് അവൻ സ്നേഹിക്കുന്ന തേൻമൊഴിയോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നതാണ്. ആനന്ദിനെ എല്ലാവരും ഹാപ്പി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ തേൻമൊഴി അവനെ റിജക്ട് ചെയ്യുന്നു. തന്നെ റിജക്ട് ചെയ്യാനുള്ള കാരണം ചോദിക്കുമ്പോൾ അവൾ അവനോട് പറയുന്നത് അതിനെല്ലാം കാരണം നിന്റെ അച്ഛനാണെന്നാണ്. ഇനി കഥ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഹാപ്പിയുടെ അച്ഛന്റെ പേര് കാത്താമുത്തു എന്നാണ്. പക്ഷെ ആൾക്കാർ മുഴുവൻ അയാളെ കുതിരമുട്ട എന്ന് പറഞ്ഞ് കളിയാക്കിയാണ് വിളിക്കുന്നത്. അതിന് കാരണം അയാളുടെ രൂപമായിരുന്നു. അധികം സൗന്ദര്യമൊന്നും ഇല്ലാത്ത നീളവും ഇല്ലാത്തൊരു രൂപമായതുകൊണ്ട് തന്നെ ആൾക്കാർ അയാളെ കുതിരമുട്ട എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അയാൾ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. ഒരു സ്കൂളിലെ അധ്യാപകനാണ്. സ്കൂൾ കുട്ടികൾ പോലും അയാളെ കുതിരമുട്ട എന്ന് വിളിച്ച് കളിയാക്കുകയും സ്കൂളിന്റെ ഭിത്തിയിലെല്ലാം എഴുതി വെക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അയാൾക്ക് ഹാപ്പി ജനിക്കുന്നു. മുത്തുവിനെ പോലെ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്ത കുട്ടിയായിരിക്കും അയാൾക്ക് ജനിക്കുന്നതെന്ന് കരുതിയിരുന്ന എല്ലാവരെയും തെറ്റിച്ചുകൊണ്ട് നല്ല സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു മുത്തുവിന് ജനിച്ചത്. ഹാപ്പിയുടെ ജനനത്തില് മുത്തു ഒരുപാട് സന്തോഷവാനായിരുന്നു. എപ്പോഴും അവനെ തോളിൽ വെച്ചായിരുന്നു മുത്തുവിന്റെ നടത്തം. മറ്റുള്ളവരോട് ഹാപ്പി തന്റെ മകനാണെന്ന് പറയാൻ അയാൾക്ക് വലിയ സന്തോഷമായിരുന്നു. ഹാപ്പിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, താജ്മഹൽ കാണണം. അങ്ങനെ അവന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവനെയും കൊണ്ട് ഡൽഹിക്ക് പോകാൻ ഒരു ദിവസം മുത്തു തീരുമാനിച്ചു. ചെറുപ്പത്തിലെ ഹാപ്പിക്ക് തന്റെ അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ പതിയെ പതിയെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതോടുകൂടി കുട്ടികളൊക്കെ അവനെ കളിയാക്കാൻ ആരംഭിച്ചു. അതിന് കാരണം അവന്റെ അച്ഛന്റെ ഇരട്ടപ്പേരും അവന്റെ അച്ഛന്റെ രൂപമായിരുന്നു. കുതിരമുട്ടയുടെ മോനെ എന്നാണ് പലരും അവനെ വിളിച്ചിരുന്നത്. പോരാഞ്ഞിട്ട് കുഞ്ഞി കുതിരമുട്ടയെന്ന് വരെ അവനെ വിളിക്കാൻ തുടങ്ങി. അവന്റെ ക്ലാസ്സിലൊരു പെൺകുട്ടിയെ അവന് വലിയ ഇഷ്ടമായിരുന്നു. ആ പെൺകുട്ടി അവളുടെ പിറന്നാളിന് അവന് മാത്രം ഒരു ഡയറി മിൽക്ക് കൊടുത്തു. തന്റെ പിറന്നാളിനും അതിനേക്കാൾ വലിയ ഡയറി മിൽക്ക് അവൾക്ക് കൊടുക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. തുവിനോട് തന്റെ പിറന്നാളിന് വലിയ ഡയറി മിൽക്ക് വാങ്ങി തരണമെന്ന് ഹാപ്പി പറയുകയും ചെയ്തു. എന്നാൽ അയാളാകട്ടെ ഒരു ബോക്സില് എന്തോ ഗിഫ്റ്റാണ് അവന് കൊണ്ടുകൊടുത്തത്. അവൻ ആ ബോക്സ് തുറന്നു പോലും നോക്കാതെ ഞാൻ ഇതല്ല ചോദിച്ചത്, എനിക്ക് വലിയ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പിറ്റേന്ന് സ്കൂളിലേക്ക് അവൻ ചെറിയ ചോക്ലേറ്റുമായിട്ടാണ് പോയത്. അത് കാരണം ആ പെൺകുട്ടി അവനോടുള്ള കൂട്ടുവരെ വിട്ടു. അങ്ങനെ ഓരോ ക്ലാസ് കഴിയും തോറും ഇവന്റെ അച്ഛന്റെ ഇരട്ടപ്പേരും അച്ഛന്റെ രൂപം എല്ലാം കാരണം കുട്ടികൾ അവനെ കളിയാക്കാൻ തുടങ്ങുകയും പെൺകുട്ടികൾ അവനിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങുകയും ചെയ്തു. കോളേജിലെത്തി തേൻമൊഴിയെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ അവളെങ്കിലും തന്നെ സ്വന്തമാകുമെന്നാണ് ഹാപ്പി കരുതിയത്. എന്നാൽ ഇപ്പോൾ അവൾ അവനോട് പറയുകയാണ്, നിന്റെ അച്ഛനെ എല്ലാവരും കുതിരമുട്ടയെന്നാ വിളിക്കുന്നത്. നാളെ നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ആരും തേൻമൊഴി പോകുന്നു എന്ന് പറയത്തില്ല, കുതിരമുട്ടയുടെ മരുമകൾ പോകുന്നു എന്നേ പറയൂ. അതെനിക്ക് നാണക്കേടാണ്. ആ പേര് എനിക്കും വരും. നിന്നെ കുതിരമുട്ടയുടെ മകനെന്നാണല്ലോ അറിയപ്പെടുന്നത്. അതുപോലെ കുതിരമുട്ടയുടെ മരുമകളായിട്ട് അറിയപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹാപ്പി റിജക്ട് ചെയ്ത് തേൻമൊഴി പോയത്. തന്റെ അച്ഛന്റെ ഇരട്ടപ്പേരും അച്ഛന്റെ രൂപമൊക്കെ കാരണം തന്റെ ലൈഫ് സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹാപ്പി തന്റെ ഫ്രണ്ടിനോട് പറയുന്നു. പക്ഷേ തന്റെ ഈ വിഷമങ്ങളൊന്നും അവൻ തന്റെ അച്ഛനോട് പറയുകയോ ആ ദേഷ്യം അച്ഛനോട് കാണിക്കുകയോ ചെയ്തിട്ടില്ല. ഈ നാട് വിട്ട് വേറെന്തെങ്കിലും നാട്ടിൽ പോയിട്ട് തന്റെ അച്ഛനും അമ്മയെ അറിയാത്ത ഒരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്നും അവളെ വിവാഹം കഴിക്കണമെന്നും ആയിരുന്നു ഹാപ്പിയുടെ തീരുമാനം. അങ്ങനെ ഹാപ്പി ബാംഗ്ലൂർ ജോലിക്ക് ശ്രമിക്കുന്നു. അവനൊരു ജോലി കിട്ടുകയും ചെയ്തു. അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി അവൻ ജോലിക്ക് പോയി. പുതിയ നാട്ടില് പുതിയ കൂട്ടുകാർക്കിടയില് അവൻ തന്റെ അച്ഛനെയും അമ്മയും പറ്റി ഒന്നും തന്നെ സംസാരിച്ചില്ല. അവരുടെ ഫോട്ടോ പോലും ആരെയും കാണിച്ചില്ല. അല്ലെങ്കിൽ അവരും തന്റെ അച്ഛന്റെ രൂപം കണ്ട് തന്നെ കളിയാക്കുമെന്ന് അവൻ കരുതി. ഓഫീസിൽ പല പെൺകുട്ടികളെ അവൻ പ്രണയിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ ഇരിക്കെ അവരുടെ ഓഫീസിലേക്ക് പുതിയൊരു മാം വരുന്നു. കാവ്യ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കണ്ട മാത്രയിൽ തന്നെ കാവ്യയെ ഹാപ്പിക്ക് ഇഷ്ടമായി. ഒരു മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഹാപ്പിയോട് അവന്റെ പ്രോജക്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവനാകട്ടെ ഇംഗ്ലീഷിൽ മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയില്ലായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ ഇതൊക്കെ പ്രസന്റ് ചെയ്യണമെന്നും അറിയില്ലായിരുന്നു. അവന് ധൈര്യം കൊടുത്തത് മുഴുവൻ കാവ്യയായിരുന്നു. ബാക്കി എല്ലാവരും അവനെ കളിയാക്കുമ്പോഴും കാവ്യ അവനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തി. കാരണം അവന്റെ ഐഡിയാസ് എല്ലാം നല്ലതായിരുന്നു. അത് പ്രസന്റ് ചെയ്യാൻ അവൻ അറിയത്തില്ലെന്നേ ഉള്ളൂ. കാവ്യ ഹാപ്പിയുടെ കൂടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു സംസാരിക്കുന്നത്. അവൻ ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണെന്നും അവൻ ഇവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതിയൊന്നും അധികം പരിചയമില്ലെന്നും മനസ്സിലാക്കി പല കാര്യങ്ങളും അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ എല്ലാവരും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ അവൻ ഇപ്പോഴും ഫേസ്ബുക്ക് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അവന്റെ വീഡിയോസ് ഒക്കെ കണ്ട് അവൾ കുറെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ കംപ്ലീറ്റ് ലുക്ക് തന്നെ കുറച്ച് പഴയ ആൾക്കാരുടെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാർ സ്റ്റൈൽ ചെയ്യുന്ന പോലെയൊന്നും അവൻ സ്റ്റൈൽ ചെയ്യാറുണ്ടായിരുന്നില്ല. അവനെ കംപ്ലീറ്റ്ലി മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെ അവൻ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുമെന്ന് അവൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ഹാപ്പി ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് വിട്ടിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എടുത്ത് കാവ്യക്ക് മെസ്സേജ് അയക്കുന്നു. ഇപ്പോഴും അവൻ അവളെ മാം എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാവ്യ പറയുന്നുണ്ട്, ഇനി അങ്ങനെ വിളിക്കണ്ട, എന്നെ കാവ്യ എന്ന് വിളിച്ചാൽ മതിയെന്ന്. നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാമെന്ന് അവൾ പറയുന്നു. അവനെയും കൂട്ടി പല ഷോപ്പുകളിലും പോയിട്ട് അവന് പറ്റിയ ഡ്രസ്സസും ഷൂസും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നു. എന്നിട്ടൊരു സലോണിൽ കൊണ്ടുപോയി അവന്റെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റി. പതിയെ ഓഫീസിലുള്ള ആൾക്കാരുടെ കൂടെ അവനും ഇടപഴകാൻ തുടങ്ങി. അവന്റെ ഐഡിയാസും അവൻ സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്ട്സും എല്ലാം തന്നെ കമ്പനിക്ക് ഒരുപാട് ഗുണമുണ്ടാക്കുന്നതായിരുന്നു. അത് കാരണം അവരുടെ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് വളരാനും ആരംഭിച്ചു. ആ കമ്പനിയിലെ ബെസ്റ്റ് എംപ്ലോയി ആയി മാറി അവൻ. കാവ്യ തന്റെ ഫാമിലിയെ പറ്റി അവനോട് സംസാരിക്കുന്നു. അവളുടെ അച്ഛന്റെ പേര് രാജീവ് എന്നും അമ്മയുടെ പേര് റീന എന്നുമായിരുന്നു. അവൾക്കൊരു കുഞ്ഞനുജത്തിയുണ്ട്, റീത്തു എന്നാണ് അനിയത്തിയുടെ പേര്. നിന്റെ ഫാമിലിയെ പറ്റി എന്താണ് നീ ഒന്നും പറയാത്തത്, അവരുടെ ഫോട്ടോസ് എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹാപ്പി ആകെ സങ്കടത്തിലായി. കാരണം അവളുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ അവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്തിരിക്കുന്നു,
കാണാൻ നല്ല ആൾക്കാര് തന്റെ അച്ഛനെയും അമ്മയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ ഉറപ്പായിട്ടും തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് ഹാപ്പിക്ക് തോന്നാൻ തുടങ്ങി. കാരണം ഇപ്പോൾ തന്നെ ഇവർക്കിടയിൽ ചെറിയ രീതിയിൽ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഫാമിലിയെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. അതുകൊണ്ട് അവൻ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോഴെല്ലാം ഒഴിഞ്ഞു മാറി. കാവ്യയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് അവൾ ഹാപ്പിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവരുടെ ഫാമിലിയെ കൂടി നേരിട്ട് കണ്ടതോടുകൂടി ഹാപ്പിക്ക് ഉറപ്പായി ഈ ഫാമിലിയിലേക്ക് എന്റെ അച്ഛനെയും അമ്മയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. അവൾക്ക് വേണ്ടി അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആകട്ടെ അവന്റെ അമ്മ വാങ്ങി വെച്ചിരുന്ന ഒരു പാദസ്വരവും. അതൊക്കെ ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ കളിയാക്കുന്നു കരുതിയിട്ട് അവൻ അതൊരു സൈഡിലേക്ക് മാറ്റിവെച്ചു. എന്നിട്ട് അവിടെ ഇരുന്നൊരു റോസ് ബൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്നത്. പക്ഷെ അവളാകട്ടെ പിന്നീട് പേഴ്സണലായിട്ട് അവനെ കണ്ടിട്ട് നീ എന്താ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാഞ്ഞെന്ന് ചോദിക്കുന്നു. ആ സമയം അവൻ ആ ഗിഫ്റ്റ് അവൾക്കടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പാദസരം കണ്ട് അവനെ കളിയാക്കുന്നതിന് പകരം തനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് കാവ്യ പറയുന്നത്. അവനായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ അവളായിട്ട് തന്നെ അവനെ പ്രപ്പോസ് ചെയ്യുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും വീട്ടുകാരെയും കൂട്ടി എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കാനും പറയുന്നു. അത് കേട്ടതോടെ ഹാപ്പി ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. റിലേഷൻഷിപ്പിലൊക്കെ ആവുന്നത് ഓക്കെയാണ്, പക്ഷെ വീട്ടുകാരെ എങ്ങനെ കൊണ്ടുവരും? വീട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവള് തന്നെ വേണ്ടെന്ന് പറഞ്ഞു പോകും. ആ സമയം കാവ്യയുടെ അച്ഛൻ രാജീവും ഇവളുടെ കല്യാണത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. രാജീവിന്റെ ബിസിനസ്സിൽ അയാൾക്ക് വലിയൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഗുപ്ത എന്ന് പറയുന്ന ആൾ. അയാളുടെ മകനെ കൊണ്ട് ആദ്യം കാവ്യ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഗുപ്തയുടെ ബിസിനസ് ഒക്കെ പതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാകട്ടെ കാവ്യ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഹാപ്പിയുടെ കഴിവ് കൊണ്ട് കമ്പനി ഉയരത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹാപ്പിയെ പോലൊരു പയ്യൻ തന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ തന്റെ ബിസിനസിന് നല്ലതാണ്, കാവ്യയുടെ ഭാവിക്ക് നല്ലതാണെന്ന് രാജീവിന് തോന്നി. കാവ്യയായിട്ട് പറയുന്നതിന് മുന്നേ തന്നെ കാവ്യയെ ഹാപ്പിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാലോ എന്ന് രാജീവിന്റെ മനസ്സിലുണ്ടായിരുന്നു. താൻ പ്രപ്പോസ് ചെയ്ത ശേഷം ഹാപ്പി അധികം മെസ്സേജ് ഒന്നും അയക്കാത്ത കാരണം കാവ്യ ആകെ ടെൻഷനിലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് കാവ്യയുടെ അനിയത്തി ഋതുവിന് ഫിറ്റ്സ് വരുന്നത്. ആകെ പാനിക്കായിട്ട് അവർ പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവള് റിക്കവറായി വന്നിട്ടും ഹാപ്പിയുടെ ഒരു വിവരമില്ല. കാവ്യ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഹാപ്പി പറയുന്നത് എന്റെ ഫാമിലിയെ കണ്ടു കഴിഞ്ഞാൽ നീ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് കാവ്യ ചോദിക്കുന്നു. ഹാപ്പി രണ്ടും കൽപ്പിച്ച് തന്റെ ഫാമിലിയുടെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. എന്നാൽ മറ്റുള്ളവർ കളിയാക്കുന്ന പോലെ ഹാപ്പിയുടെ അച്ഛൻ മുത്തുവിന്റെ രൂപമൊന്നും കണ്ടിട്ട് കാവ്യ അവനെ കളിയാക്കിയില്ല. എനിക്ക് നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വളരെ ക്യൂട്ടായിട്ടുള്ള കുടുംബമാണെന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ഹാപ്പി ശരിക്കും റിലാക്സ് ആയി. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്റെ അച്ഛന്റെ രൂപത്തെ വെച്ച് അവൾ ജഡ്ജ് ചെയ്തിട്ടില്ല. നീ ഇഷ്ടപ്പെട്ട മാത്രം പോരാ, നിന്റെ പേരൻസിനെയും കാണിക്കണം, അവരും കൂടെ ഓക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവന്റെ നിർബന്ധം കാരണം അവനെ കോളിൽ വെച്ചുകൊണ്ട് തന്നെ അവളുടെ പേരൻസിനെയും ഹാപ്പിയുടെ പേരൻസിന്റെ ഫോട്ടോ കാണിക്കുന്നു. അവർക്കും ആ ഫോട്ടോ കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. അവരും ഓക്കെ ആയിരുന്നു. കണ്ടിട്ട് നല്ല കുടുംബമാണെന്ന് തോന്നുന്നു, നമുക്ക് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അതോടെ ഹാപ്പി ഒരുപാട് സന്തോഷത്തിലായി. അവൻ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോയി അച്ഛനോടും അമ്മയോടും കാര്യം പറയുന്നു. മുത്തുവിനാകട്ടെ നാട്ടിൽ തന്നെയുള്ള ആരുടെയെങ്കിലും മകളുമായിട്ട് ഇവന്റെ വിവാഹം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇവനായിട്ടൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് അവന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് മുത്തുവും കരുതി. കാവ്യയുടെ അച്ഛന്റെ അമ്മയുടെയും ആനിവേഴ്സറി ഫംഗ്ഷനിലേക്ക് ഹാപ്പിയുടെ അച്ഛനും അമ്മയെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാവരെയും അറിയിക്കാനുമായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഹാപ്പി ആകട്ടെ പ്രത്യേകം അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രം ബാംഗ്ലൂരേക്ക് വന്നാൽ മതി, നമ്മുടെ ബന്ധുക്കാരെ ആരെയും കൂട്ടിയിട്ട് വരണ്ട, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാകുമെന്ന്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ, മോഡേൺ ഫാമിലിയാണെന്ന്. ഹാപ്പി നേരത്തെ തന്നെ ബാംഗ്ലൂരേക്ക് പോയി. അച്ഛനും അമ്മയും ഫംഗ്ഷനിൽ കറക്റ്റ് സമയത്ത് എത്തുമോ എന്ന് അവന് ടെൻഷനായിരുന്നു. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്റെ ഒരു ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിലേക്കും അവൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടകം രാജീവാകട്ടെ അവിടെയുള്ള എല്ലാവരോടും പറയുന്നുണ്ട് ഹാപ്പിയും കാവ്യയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവരുടെ വിവാഹം ഉടനെ നടത്തുമെന്നും. സമയത്തിനകം വെച്ച് ഹാപ്പിയുടെ ഫാമിലി ഇവിടെ എത്തും, അപ്പൊ എല്ലാവർക്കും പരിചയപ്പെടാമെന്നും രാജീവ് പറയുന്നുണ്ട്. എന്നാൽ ഹാപ്പിയുടെ എല്ലാ എക്സ്പെക്ടേഷനും തെറ്റിച്ചുകൊണ്ടായിരുന്നു അവന്റെ ഫാമിലി അവിടേക്ക് വന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല വന്നത്, അമ്മയെ നാട്ടിൽ നിർത്തിയ ശേഷം അച്ഛനാകട്ടെ തന്റെ കുടുംബത്തിലുള്ള മറ്റു ആൾക്കാരെയും കൂട്ടിയായിരുന്നു വന്നത്. അതും വലിയൊരു ബസ്സിൽ വന്നിറങ്ങി. ഒരുപാട് ആൾക്കാര്, കുറെ ഫ്രൂട്ട്സും താലിയൊക്കെ ആയിട്ട് ട്രഡീഷണൽ സ്റ്റൈലിലായിരുന്നു അവർ വിവാഹം ഉറപ്പിക്കാൻ വന്നത്. ഹാപ്പിയുടെ ഫ്രണ്ട് ആകട്ടെ പല രീതിയിലും എല്ലാവരെയും അകത്തേക്ക് വിടുന്ന തടയാൻ നോക്കിയിട്ടും നടന്നില്ല. എല്ലാവരും അകത്തേക്ക് ചെല്ലുന്നു. ഇവരെല്ലാം ഈ ഗെറ്റപ്പിൽ കണ്ടതും രാജീവും ഫാമിലിയും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവിടെ കൂടി നിന്നിരുന്ന എല്ലാവരും ഇവരുടെ ലുക്ക് കണ്ട് കളിയാക്കാൻ തുടങ്ങി. ഗുപ്തയാകട്ടെ ആ അവസരം മുതലെടുക്കുന്നു. മുത്തുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ട് സംസാരിക്കാൻ പറയുന്നു. മുത്തു ആകട്ടെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, തന്റെ മകനെ ഇങ്ങനെ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കാണുന്നത് ആദ്യമാണ്. ഇവൻ അങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളിൽ ഒരാളായിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊക്കെ. അയാളോട് ഒരു പാട്ട് പാടാനും ഗുപ്ത പറഞ്ഞു. അയാളാകട്ടെ ഒരു പാട്ടും പാടി. എല്ലാവരും അത് ആസ്വദിക്കുകയാണെന്നാണ് അയാൾ കരുതിയത്. എന്നാൽ എല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയായിരുന്നു. പറഞ്ഞു കേൾക്കാതെ അച്ഛൻ കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന് നാണം കെടുത്തിയത് കാരണം ഹാപ്പിയും ആകെ ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ആ ദേഷ്യമൊന്നും അവൻ അച്ഛനോട് കാണിച്ചില്ല. കൂടാതെ കാവ്യയും അവനെ കുറെ വഴക്ക് പറയുന്നു. നിന്റെ വീട്ടുകാര് എന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് ചോദിച്ചിട്ട് ഫംഗ്ഷൻ മുഴുവൻ നശിപ്പിച്ചു എന്നാണ് അവളും പറയുന്നത്. കൂടാതെ ഹാപ്പിയുടെ അച്ഛന്റെ കൈതട്ടി ഗുപ്തയുടെ ശരീരത്തിലേക്ക് കുറച്ച് ജ്യൂസ് വീണിട്ടുണ്ടായിരുന്നു. അയാളുടെ ഷർട്ടിൽ പറ്റിയിരിക്കുന്ന ജ്യൂസും ഷൂസിൽ വീണ ജ്യൂസും എല്ലാം തന്നെ ഹാപ്പിയുടെ അച്ഛൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. വില കൂടി ഷൂസ് ആയിരിക്കും, കേടാക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതെല്ലാം കാണുമ്പോൾ ഹാപ്പിക്ക് വല്ലാതെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ഗുപ്തയാകട്ടെ പതിയെ പലരോടും പറയുന്നുണ്ട്, ഇയാളുടെ സ്ഥാനം എന്റെയൊക്കെ കാൽച്ചുവട്ടിലാണെന്ന്. രാജീവും കാവ്യയോട് പറയുന്നുണ്ട്, ഈ ബന്ധം നമുക്ക് വേണ്ട, ഇത് ശരിയാകില്ല എന്ന്. കാവ്യ ഹാപ്പിയെ വിളിച്ച് സംസാരിക്കുന്നു. ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, നമ്മൾ
നമ്മൾ തമ്മിൽ ഒരിക്കലും സെറ്റാകില്ല എന്ന്, നമ്മുടെ രണ്ടുപേരുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരിക്കലും ചേർന്നു പോകില്ല. എന്നാൽ അവൻ കാവ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളായതൊക്കെ അവർ സാധാരണ വിവാഹം ഉറപ്പിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത് എന്നൊക്കെ. ഇതിനെല്ലാത്തിനും കാരണം നിന്റെ അച്ഛൻ തന്നെയാണെന്ന് അവൻ പറയുന്നു. ഇങ്ങനൊരു ഫംഗ്ഷനിലേക്ക് എന്റെ ഫാമിലി എന്തിനാ വിളിച്ചത്? വിവാഹം ഉറപ്പിക്കാനായിരുന്നെങ്കിൽ അത് വേറെന്തെങ്കിലും സ്ഥലത്ത് വെച്ച് മതിയായിരുന്നല്ലോ. ഈ ഫംഗ്ഷനിൽ നിന്റെ ഫാമിലിയും നിന്റെ ഫാമിലിയിലുള്ള മറ്റു ബന്ധുക്കളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ അച്ഛനും എന്റെ ഫാമിലിയിലെ ബന്ധുക്കളെയും കൂട്ടി വന്നത്. അതിനിങ്ങനെ നീ ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലെന്ന് അവൻ പറയുന്നു. ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് തർക്കമായി. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു ആദ്യം. എന്നെ നീ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടാ സ്നേഹിച്ചത്, അതുപോലെ എന്റെ വീട്ടുകാരെ മാറ്റാനൊന്നും പറ്റില്ല എന്ന് അവൻ പറഞ്ഞപ്പോ അവള് പറയുന്നുണ്ട്, നീ എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ നീ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സ്നേഹിച്ചത്. നിന്നെ കംപ്ലീറ്റ്ലി മാറ്റിയത് എന്റെ ഫാമിലിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല. നീ ആ ഓഫീസിൽ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ട് ആ അറ്റ്മോസ്ഫിയറിൽ അവരുമായിട്ട് നീ ഒത്തുപോകാൻ വേണ്ടിയിട്ടാണ് നിന്റെ സ്റ്റൈലും നിന്റെ രീതികളും ഒക്കെ മാറ്റി നിനക്ക് നല്ല കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തത്. അത് നിന്റെ ജീവിതം സെറ്റാക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ നിന്നെ മാറ്റി എന്റെ ലൈഫിലേക്ക് നിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ നിന്നതെല്ലാം ചെയ്തത്. അതിനെ നീ തെറ്റിദ്ധരിച്ചു എന്ന് അവള് പറയുന്നു. അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ താൻ ഓവറായിട്ട് അവളെ തെറ്റിദ്ധരിച്ചു എന്ന് ഹാപ്പിക്കും തോന്നി. എന്തൊക്കെയാണെങ്കിലും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവള് പിണങ്ങിപ്പോയി. അതേസമയം രാജീവ് അവിടെ ഇരുന്ന് ഹാപ്പിയുടെ കുടുംബത്തെ പറ്റി തന്റെ ബിസിനസ് പാർട്ട്നേഴ്സിന്റെ അടുത്ത് കുറ്റം പറയുകയായിരുന്നു. പിച്ചക്കാരുടെ കുടുംബം തോന്നുന്നു വന്നിരിക്കുന്ന നോക്കിക്കേ, എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് വരുന്നതെന്നൊക്കെ അയാൾ പറയുന്നത് ഹാപ്പിയുടെ അച്ഛനും അറിയാതെ കേൾക്കുന്നു. അത് അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. അതിനേക്കാൾ ഉപരി അയാൾക്ക് ദേഷ്യവും തോന്നുന്നുണ്ട്. തന്റെ ഫാമിലിയെ പറ്റിയും തന്റെ ആൾക്കാരെ പറ്റിയും രാജീവ് ഇങ്ങനെ പറഞ്ഞത് കാരണം അയാൾ പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ചിട്ട് തന്റെ വൈഫിനോടും വേറെ കുറച്ച് ആൾക്കാരോടും കുറച്ച് സാധനങ്ങളുമായിട്ട് ഇവിടേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് മുത്തു നേരെ അവരെയും കൂട്ടി രാജീവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മുറപ്രകാരം ഞങ്ങൾ പെണ്ണ് ചോദിച്ചു വന്നിരിക്കുകയാണെന്ന് അയാൾ പറയുന്നു. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും വിളിക്കാൻ പറയുന്നു. രണ്ടുപേരെ രാജീവ് വിളിച്ചു. അവരെ നോക്കിക്കൊണ്ട് മുത്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവർ ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിൽക്കുന്ന എല്ലാവരും എന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് ഹാപ്പിക്ക് മനസ്സിലായില്ല. ആ സമയം ഹാപ്പിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് മുത്തു ആകട്ടെ തന്റെ വക്കീലിനോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നു. മുത്തു സാധാരണക്കാരനായിരുന്നില്ല. അയാൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടായിരുന്നു. 500 ഏക്കറോളം സ്ഥലം അയാളുടെ പേരിലുണ്ട്. അവിടെ എല്ലാം കൃഷി ഇറക്കുന്നുണ്ട്. റൈസ് മില്ലും ഫിഷ് ഫാമും ഉൾപ്പെടെ ഒരുപാട് ഫാക്ടറികൾ അയാൾക്കുണ്ട്. അതിൽ നിന്നെല്ലാം കിട്ടുന്ന വരുമാനം രാജീവിന്റെയൊക്കെ വരുമാനത്തെക്കാളും 3-4 മടങ്ങ് അധികമായിരുന്നു. അതായത് രാജീവിനെക്കാളും വലിയ ബിസിനസ്മാൻ ആയിരുന്നു ഹാപ്പിയുടെ അച്ഛൻ മുത്തു. രാജീവിന് അയാളുടെ മേലൊരു ബോസ് ഉണ്ട്. എന്നാൽ ഹാപ്പിയുടെ അച്ഛനെ സംബന്ധിച്ച് അയാളെ തന്നെയാണ് ബോസ്. ഹാപ്പിയുടെ കുടുംബ വീട് തന്നെ വലിയൊരു വീടായിരുന്നു. എന്റെ അച്ഛന് ഇത്രയും സ്വത്തുണ്ടെന്നുള്ള കാര്യം ഹാപ്പി പോലും അപ്പോഴായിരുന്നു മനസ്സിലാക്കുന്നത്. കാരണം അയാൾ അതൊന്നും ഹാപ്പിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരാളുടെ ലുക്ക് വെച്ചിട്ട് അയാളെ അളക്കാൻ പാടില്ല എന്ന് മുത്തു രാജീവിനോട് പറയുന്നു. രാജീവ് പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. തങ്ങൾ വിചാരിച്ച പോലെ ഇവര് വെറും സാധാരണക്കാരോ പിച്ചക്കാരോ അല്ലെന്ന് രാജീവിന് മനസ്സിലായി. ആ കാര്യം മുത്തുവും രാജീവിന്റെ മുഖത്ത് നോക്കി പറയുന്നു. തലേന്ന് നിങ്ങൾ ഞങ്ങളെ വെറും ഭിക്ഷക്കാരാക്കി മാറ്റി. എന്നാൽ ഇവിടെ നിൽക്കുന്ന ആരുടെ അത്രയും സ്വത്ത് നിങ്ങളുടെ കയ്യിലില്ല എന്നാണ് മുത്തു രാജീവിനോട് പറയുന്നത്. നിങ്ങളെപ്പോലെ കോട്ട് സൂട്ടൊന്നും ഇട്ട് ഇരിക്കേണ്ട കാര്യം എനിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് പറയാനും എനിക്കറിയാം. തലേന്നാകട്ടെ രാജീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആൾക്കാരെയൊക്കെ വല്ല ബസ്സിലോ ലോറിയിലോ കയറ്റി നാട്ടിലേക്ക് അയക്കണമെന്ന്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുത്തു രാജീവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും ബസ്സും ലോറിയുടെ ഒരു ആവശ്യമില്ലാന്ന്. എന്റെ മകൻ അവന്റെ കൂട്ടുകാരനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയച്ചത് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷേ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അല്ലായിരുന്നു വരേണ്ടത്, എയർപോർട്ടിലേക്ക് വരണമായിരുന്നു. ഞങ്ങൾ പ്ലെയിനിലാണ് ബാംഗ്ലൂരേക്ക് വന്നത്. അതുപോലെ ഇപ്പൊ ഇവിടുന്ന് തിരിച്ചു പോകുന്നതും ലോറിയിലും ബസ്സിലും ആയിരിക്കില്ല, വലിയ വണ്ടിയിൽ തന്നെയായിരിക്കും. ബാംഗ്ലൂർ വന്നിട്ട് അവർ റെന്റിന് BMW ഓഡി കാറും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഹാപ്പി. എന്താണെങ്കിലും ഈ ഒരു കാര്യം കൂടി ആയപ്പോഴേക്കും രണ്ട് ഫാമിലിക്കും ഇടയിൽ ചെറിയ രീതിയിൽ ശത്രുത തോന്നാൻ തുടങ്ങിയിരുന്നു. തന്റെ വീട്ടുകാരെ ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാവ്യാകട്ടെ ഹാപ്പി കൊടുത്ത ആ ഗിഫ്റ്റ് ആയിട്ടുള്ള പാദസരവും അവന് തന്നെ തിരിച്ചു കൊടുത്തു. ഹാപ്പിയുടെ ലൈഫിൽ നിന്നും കാവ്യ അകറ്റി നിർത്താനും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും വേണ്ടിയിട്ട് തൽക്കാലം മുത്തു ആകട്ടെ ഹാപ്പിയുടെ അമ്മയെ ബാംഗ്ലൂർ അവന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞുവിടുന്നു. ബാംഗ്ലൂരത്തെ ഹാപ്പിയുടെ അമ്മയാകട്ടെ അവിടെ ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു. ഹാപ്പി വീട്ടിലേക്ക് വരുമ്പോ ഫ്ലാറ്റിൽ നിറയെ അടുത്തുള്ള വീട്ടിലെ ആന്റിമാരായിരുന്നു. ഓഫീസിൽ വെച്ചിട്ട് കാവ്യ ഹാപ്പിയും കണ്ടാലും ഇപ്പോൾ പരസ്പരം മിണ്ടാറില്ല. പുതിയ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സഹവാസം ഹാപ്പിയുടെ അമ്മയെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവരും കുറച്ച് മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കാൻ തുടങ്ങി, ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങി, ജിമ്മിന് പോകാനും തന്റെ ഹെൽത്ത് നോക്കാനും ഒക്കെ ആരംഭിച്ചു. അങ്ങനെ ഒരു ദിവസം ഹാപ്പിയുടെ അമ്മ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ വെച്ചിട്ട് കാവ്യയെ കാണുന്നു. കാവ്യ വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. ഹാപ്പിയുടെ അമ്മയെ സംബന്ധിച്ച് കാവ്യ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആന്റിയുടെ ലുക്ക് കംപ്ലീറ്റ്ലി മാറിയെന്ന് കാവ്യം പറയുന്നു. നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ പബ്ബിലേക്ക് കയറ്റുന്നില്ല എന്ന്. ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കണ്ടെത്താനും പറ്റുന്നില്ല. അതിനെന്താ എന്റെ വീട്ടിലേക്ക് പോരെന്ന് പറഞ്ഞിട്ട് ഹാപ്പിയുടെ അമ്മ അവരെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് അവിടെ പാർട്ടി നടത്തുന്നു. രാത്രി മുഴുവൻ ആഘോഷമായിരുന്നു. ഹാപ്പിയുടെ അമ്മയ്ക്കും കാവ്യയ്ക്കും ഇടയിൽ ഇപ്പോൾ ഒരു ദേഷ്യമില്ല. രാവിലെ ഹാപ്പി ഒന്ന് നോക്കുമ്പോൾ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന അമ്മയാണ് കാണുന്നത്. തലേന്ന് രാത്രി എന്തൊക്കെയാ സംഭവിച്ചെന്ന് അമ്മയുടെ ഫോണിൽ നിന്ന് അവന് മനസ്സിലായി. ഇനി ഇവിടെ നിൽക്കണ്ട, മര്യാദയ്ക്ക് നാട്ടിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് അമ്മ അവൻ തിരിച്ച് നാട്ടിലേക്ക് കയറ്റിവിട്ടു. പിറ്റേന്ന് ഓഫീസിൽ വെച്ചിട്ട് അവനാകട്ടെ കാവ്യ നോക്കുമ്പോ അവളുടെ കാലില് ആ പാദസരം
പാദസരം കിടക്കുന്ന കാണുന്നു. അവള് തിരിച്ചു കൊടുത്ത പാദസരം തന്റെ റൂമിൽ ഒരു പാവയുടെ കാലിൽ ഇട്ടുവെച്ചിരിക്കുകയായിരുന്നു അവൻ. തലേന്ന് രാത്രി അവരുടെ വീട്ടിലെത്തിയ അവളാകട്ടെ മദ്യലഹരിയിൽ ഇതെന്റെ പാദസരമാണെന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അതവള് കാലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൾക്കിപ്പോൾ ഹാപ്പിയുടെ ദേഷ്യമില്ലാന്ന് അവന് മനസ്സിലായി. അവൻ അവളോട് മെസ്സേജ് അയച്ച് സംസാരിക്കുന്നു. രണ്ടുപേരുടെ ഇടയിലെ പിണക്കമൊക്കെ മാറി. പക്ഷേ ഫാമിലിയെ തമ്മിൽ ഒന്നിപ്പിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഒന്നിക്കാൻ പറ്റൂ. അതിനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയായിരുന്നു അവർ. നീ എന്റെ അച്ഛനോട് വന്നൊന്ന് സോറി പറഞ്ഞാൽ മതി, അച്ഛൻ കൂളായിക്കോളൂ എന്ന് അവള് പറഞ്ഞത് കാരണം ഹാപ്പി രണ്ടും കൽപ്പിച്ച് രാജീവിനെ കണ്ട് സോറി പറയുന്നു. അയാൾക്കാകട്ടെ ഇവനെ കണ്ടപ്പോ തൊട്ട് ദേഷ്യമായിരുന്നു. എന്നാൽ തന്റെ മകൾക്ക് വേണ്ടിയിട്ട് അയാൾ കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കുന്നു. നീ എന്നോട് മാപ്പ് പറഞ്ഞ പോലെ നിന്റെ അച്ഛനും മാപ്പ് പറയുകയാണെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കാമെന്ന് രാജീവ് പറയുന്നു. പക്ഷെ അച്ഛൻ മാപ്പ് പറയില്ലയോ എന്നുള്ള കാര്യത്തില് ഹാപ്പിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ഹാപ്പി നേരെ നാട്ടിലെത്തി അമ്മയോട് കാര്യം പറയുന്നു. നിന്റെ അച്ഛൻ മാപ്പ് പറയില്ല എന്ന് അവന്റെ അമ്മയും പറയുന്നു. അയാളോട് വീണ്ടും അവൻ പറയുന്നുണ്ട് താൻ കാവ്യ മാത്രമേ വിവാഹം കഴിക്കൂന്ന്, ഈ വിവാഹത്തിന് അച്ഛൻ സമ്മതിക്കണമെന്ന്. മുത്ത് പറയുന്നുണ്ട് എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷെ നമ്മളെ അവർ കുറെ അപമാനിച്ചതല്ലേ, ഇവിടെ വന്ന് അയാൾ എന്നോട് മാപ്പ് പറയട്ടെ, അങ്ങനാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം. രണ്ടുപേരും ആ വാശിയിൽ തന്നെയായിരുന്നു. മുത്ത് മാപ്പ് പറഞ്ഞെങ്കിലേ രാജീവ് സമ്മതിക്കൂ, രാജീവ് മാപ്പ് പറഞ്ഞെങ്കിലും മുത്ത് സമ്മതിക്കൂ. എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടെങ്കിലും പറ്റുമെന്ന് കാവ്യക്കും ഹാപ്പിക്കും മനസ്സിലായി. അത് കാരണം രാജീവിനോട് അവർ കള്ളം പറയുന്നു. മുത്ത് മാപ്പ് പറയാമെന്ന് സമ്മതിച്ചു, പക്ഷെ അവരുടെ നാട്ടിലേക്ക് ചെല്ലണമെന്ന്. പക്ഷെ അങ്ങോട്ട് പോയി അയാളുടെ മാപ്പ് കേൾക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് രാജീവ് പറയുന്നു. എന്നാൽ ഋത്തുവിനാകട്ടെ നാട്ടിലേക്ക് പോകാനും ആ നാടൊക്കെ കാണാനും ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ താൻ വരച്ച ചിത്രം രാജീവിനെ കാണിക്കുമ്പോൾ അവളുടെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയിട്ട് അവളെയും കൂട്ടി ഇവരെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു. ഹാപ്പിയാകട്ടെ മുത്തുവിനോട് പറഞ്ഞിരുന്നത് രാജീവും കുടുംബവും അച്ഛനോട് മാപ്പ് പറയാൻ വരുന്നെന്നാണ്. എന്നാൽ രണ്ടുപേരും പരസ്പരം കണ്ടപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പൊന്നും പറഞ്ഞില്ല. രാജീവ് ഹാപ്പിയുടെ വീടും പരിസരവും എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി അയാൾ പറഞ്ഞ പോലെ തങ്ങളെക്കാളും വലിയ കുടുംബം തന്നെയാണ് ഹാപ്പിയുടേതെന്ന്. രണ്ടുപേരും ഒരു വീട്ടിലുള്ള സ്ഥിതിക്ക് ഹാപ്പിയും കാവ്യയും ഒരുമിച്ച് പല പ്ലാനുകളും ചെയ്തു. എങ്ങനെയെങ്കിലും മുത്തുവിനെയും രാജീവിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയിപ്പിക്കണം. പല കള്ളത്തരത്തിലൂടെയും അവരത് ചെയ്യാൻ നോക്കിയെങ്കിലും എല്ലാം തന്നെ ഫെയിലായി. അവർക്കിടയിലെ പ്രശ്നങ്ങളും ദേഷ്യവും എല്ലാം കൂടിക്കൊണ്ടിരുന്നതേ ഉള്ളൂ. രാജീവിനെങ്കിലും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തുവിന്റെ സൗണ്ടില് ഹാപ്പിയുടെ ഫ്രണ്ട് വരെ ഒരു റൂമിന്റെ വെളിയിൽ നിന്ന് സംസാരിച്ചു നോക്കി. എന്നാൽ കറക്റ്റ് സമയത്ത് മുത്തു അതുവഴി പോകുന്ന കാരണം രാജീവിന് മനസ്സിലായി ഇവന്മാര് തന്നെ പറ്റിക്കാൻ നോക്കുകയാണെന്ന്. അതൊന്നും നടക്കില്ല, അയാൾ ഡയറക്റ്റ് ആയിട്ട് എന്നോട് വന്ന് മാപ്പ് പറയണമെന്നാണ് രാജീവ് പറയുന്നത്. വന്നിട്ട് കുറെ ദിവസമായിട്ടും മുത്ത് മാപ്പ് പറയാത്ത കാരണം രാജീവ് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, വന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന്. എന്നാൽ ഹാപ്പി ഒരുവിധം അവരെ കൺവിൻസ് ചെയ്ത് നിർത്തുന്നു. ഉടനെ തന്നെ അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വരികയാണ്, അതിലും കൂടെ പങ്കെടുത്തിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ, അന്ന് എന്തായാലും അച്ഛൻ മാപ്പ് പറയുന്നൊക്കെ പറയുന്നു. അതിനിടയ്ക്കെല്ലാം തന്നെ ഇവർ ഫാമിലി ആയിട്ട് പുറത്തു പോവുകയും ആ സ്ഥലമെല്ലാം കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോഴും മുത്തുവും രാജീവും പിണങ്ങി തന്നെ ഇരിക്കുകയായിരുന്നു. എന്തൊക്കെയാണെങ്കിലും മുത്തുവിന്റെയും വൈഫിന്റെയും വിവാഹ വാർഷിക ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. രാജീവിന്റെ ഫാമിലിയും ആ ആഘോഷങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി രാജീവിന്റെ ഇളയമകൾ ഋതുവിന് വീണ്ടും ഫിറ്റ്സ് വരുന്നു. ആകെ ടെൻഷനിലായി. ഇവിടെ ആകട്ടെ അടുത്തൊന്നും ഹോസ്പിറ്റലും ഇല്ല. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ കുട്ടിയെടുത്ത് പുറത്തേക്ക് വരുന്നു. മുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും, പെട്ടെന്ന് ഞങ്ങൾ വൈദ്യനെ വിളിച്ചിട്ടുണ്ടെന്ന്. വൈദ്യം വരികയും ആ കുട്ടിയുടെ അസുഖം ഭേദമാക്കുകയും ചെയ്യുന്നു. ഫാമിലിയും ചേർന്നിട്ട് രാജീവിനെ ഫാമിലിയും ആശ്വസിപ്പിക്കുന്നുണ്ട്. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ അവരെല്ലാവരും കൂടെ നിന്നു. ഋതുവിന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഋതുവിന് അവിടെ പപ്പു എന്ന് പറയുന്നൊരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു. ആ പയ്യന്റെ കൂടെ അവൾ കളിക്കുന്ന സമയത്ത് ചുമ്മാ വഴക്കുണ്ടാക്കി ആ പയ്യൻ അവളുടെ മുതുകിലിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടങ്ങാണുവാണോ അവൾക്ക് ഇങ്ങനെ വന്നതെന്ന് ആലോചിച്ച് ആ പയ്യൻ ആകെ സങ്കടത്തിലായിരുന്നു. എന്നാൽ ഋതു പോയി അവനെ ആശ്വസിപ്പിക്കുന്നു. അവൾക്ക് ഈ സ്ഥലവും ഈ പയ്യനെയും ആ ഫാമിലി എല്ലാം തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഋതു ഈ ഗ്രാമം എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഹാപ്പിയൻ രാജീവിനോട് പറയുന്നു. ഒരു അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ കൂടെയുള്ളപ്പോൾ ഏത് രോഗവും പെട്ടെന്ന് മാറുകയും ചെയ്യും. രാജീവിനും മുത്തുവിനും ഇടയിൽ ഇപ്പൊ വലിയ ദേഷ്യമൊന്നുമില്ല. മുത്തു ഒരു ദിവസം പുഴയിൽ കുളിക്കാൻ പോകാൻ നേരത്ത് രാജീവിനെയും കൂടെ കൂട്ടുന്നു. അതിനിടയ്ക്ക് അവർ പരസ്പരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തു രാജീവിനോട് അയാളുടെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് തന്റെ അച്ഛൻ ബിസിനസ്മാൻ ആയിരുന്നു എന്ന്. രാജീവ് നോർത്ത് ഇന്ത്യൻ കുടുംബമായിരുന്നു. അച്ഛന് ബിസിനസ്സിൽ വലിയ ലോസ് വന്നപ്പോൾ രാജീവിന്റെ അച്ഛനും അമ്മയും ചെന്നൈയിലേക്ക് വന്നതാണ്. ഇവിടെ പല ജോലികളും ചെയ്താണ് അവർ ജീവിച്ചു പോകുന്നത്. രാജീവും ചെറുപ്പത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് രാജീവ് വളർന്ന് വലുതായി വിവാഹമൊക്കെ കഴിച്ച് കാവ്യ ജനിക്കുന്ന സമയം ആവാറായപ്പോഴാണ് രാജീവിന് ഡൽഹിയിൽ ഒരു ജോലി ശരിയാകുന്നത്. അങ്ങനെ ഇവിടുന്ന് രാജീവ് ഡൽഹിക്ക് തിരിച്ചുപോയ ശേഷമാണ് അയാൾ ഇന്നീ കാണുന്ന നിലയിലെങ്കിലും എത്തിയത്. മുത്തു ആകട്ടെ തന്റെ കുടുംബത്തെ പറ്റിയും പറയുന്നു. തന്റെ അച്ഛന്റെ പേര് സപ്പാണി എന്നാണ്. എല്ലാവരും എന്നെ സപ്പാണിയുടെ മോനെന്നാ വിളിക്കുന്നത്. അച്ഛന്റെ കുടുംബത്തിലെ അച്ഛനുൾപ്പെടെ എന്റെ സഹോദരന്മാർക്കും കാലിന് സ്വാധീനമില്ലായിരുന്നു. കുടുംബത്തിലെ എല്ലാവരും അവരെ പല പേരും പറഞ്ഞ് കളിയാക്കി. നാട്ടിലും അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ആ കളിയാക്കലുകളെല്ലാം കേട്ടിട്ടും അവരതൊന്നും വകവയ്ക്കാതെ ഒരുപാട് അധ്വാനിച്ചു. പ്രതിമയുണ്ടാക്കുന്ന ജോലിയായിരുന്നു അവർക്ക്. ആ 3 സഹോദരന്മാരുടെ സ്വത്തുക്കളെല്ലാം തന്നെ അവരെ പറ്റിച്ച് മറ്റു ബന്ധുക്കൾ അടിച്ചുകൊണ്ടുപോയി. ഞാൻ ജനിക്കുന്ന സമയത്ത് അച്ഛൻ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനെയും സഹോദരന്മാരെയും പോലെ എനിക്കും കാലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. ആ സമയം അച്ഛൻ എന്റെ നിറവോ എന്റെ സൗന്ദര്യമോ ഒന്നും തന്നെയല്ല നോക്കിയത്, എന്റെ കാലം ഓക്കെയാണോ എന്നാണ്. ഞാൻ ജനിച്ച സമയത്ത് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിലായിരുന്നു അവരെല്ലാവരും സന്തോഷം കണ്ടെത്തിയതും. അന്നുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആരോഗ്യത്തോടെ ജനിക്കുന്ന കുട്ടിയായിരുന്നു വലുത്. പക്ഷെ പതിയെ പതിയെ പല ആൾക്കാർ
ആൾക്കാരും എന്റെ സൗന്ദര്യത്തെ പറ്റി ചർച്ച ചെയ്യാൻ ആരംഭിച്ചു. ഞാൻ ആരോഗ്യവാനായിരുന്നിട്ട് പോലും എന്റെ രൂപം കാരണം പലരും എന്നെ കളിയാക്കി. ആദ്യമൊക്കെ സപ്പാനിയുടെ മോനെ എന്ന് വിളിച്ചിരുന്നവര് എന്നെ പിന്നെ കുതിരമുട്ടയെന്ന് വിളിക്കാൻ തുടങ്ങി. ആ കളിയാക്കലുകൾ കേട്ടുകേട്ടായിരുന്നു ഞാൻ വളർന്നത്. കഷ്ടപ്പാടിലും മുത്തു നന്നായിട്ട് പഠിച്ച് അധ്യാപകനായി മാറി. പണ്ട് അച്ഛനെയും സഹോദരന്മാരെയും പറ്റിച്ചിട്ടു പോയ ബന്ധുക്കൾക്കെതിരെ കേസ് കൊടുത്തു. കേസിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തുവകകളെല്ലാം തിരിച്ചെടുത്തു. അതിനുശേഷം ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്ന എന്റെ അച്ഛനെയും തോളിലെടുത്തുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞാൻ ആ നാട്ടുകാരുടെ എല്ലാം മുന്നിലൂടെ നടന്നു. അങ്ങനൊരു അവസ്ഥയിലും എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എന്റെ അച്ഛനോട് ബഹുമാനമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികളാകട്ടെ അച്ഛന്മാർക്ക് സൗന്ദര്യമില്ലാന്നും ഉയരമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ നടക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവരെ നമ്മൾ വളർത്തിയെന്ന് പോലും അവർ മറന്നു പോകുന്നു. മുത്തുവിന്റെ മനസ്സിലെ വിഷമമൊക്കെ രാജീവ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ആ സമയം മുത്തുവിനെ കാത്ത് ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ മുത്തുവിനോട് പറയുന്നുണ്ട് തന്റെ മകളുടെ വിവാഹം 6 മാസം മുമ്പ് കഴിഞ്ഞതാണ്. അവൾ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ അവൻ അവളെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി. ഒട്ടും ഒത്തുപോകാൻ പറ്റാത്തത് കാരണം അവൾ ഇപ്പോൾ ഡിവോഴ്സിന് ശ്രമിക്കുകയാണെന്ന്. മുത്തുവിനോട് സംസാരിച്ച് മുത്തുവിന്റെ വക്കീലന്മാരെ കൊണ്ട് ഈ കേസ് നടത്തണമെന്നായിരുന്നു ഇയാളുടെ ആഗ്രഹം. അയാളുടെ മകളെ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആദ്യം നമ്മുടെ ഹാപ്പിയെ റിജക്ട് ചെയ്തു പോയ തേൻമൊഴിയായിരുന്നു. മുത്തു ആകട്ടെ അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നില്ലേ? ഒരു നല്ല പാർട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഇത്ര വലിയ തെറ്റ് പറ്റിയതെന്ന് ആ പെൺകുട്ടിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന ഹാപ്പിയുടെ അച്ഛന്റെ രൂപവും അയാളുടെ ഇരട്ടപ്പേരും കാരണമായിരുന്നു അന്ന് ഹാപ്പിയെ അവൾ ഒഴിവാക്കിയത്. പിന്നീട് മറ്റൊരാളെ സ്നേഹിച്ച് വിവാഹം കഴിച്ചെങ്കിലും അവളുടെ ജീവിതം തകർന്നുപോയി. വേണ്ടത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് മുത്തു അവരെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. പക്ഷെ അതേസമയം രാജീവും കുടുംബവും അവിടെ നിന്ന് പോകാൻ നിൽക്കുകയായിരുന്നു. രാജീവാകട്ടെ കാവ്യയോട് പറയുന്നുണ്ട്, എത്രയൊക്കെ ഈ കുടുംബം നല്ലതാണെന്ന് പറഞ്ഞാലും അവരവരുടെ ഈഗോ വിട്ടിട്ട് നമ്മളോടൊന്ന് മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല. അങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് നീ വരാത്തത് തന്നെ നല്ലത്. അതുകൊണ്ടായിരുന്നു അവർ തിരിച്ചു പോകാനും തീരുമാനിച്ചത്. കാവ്യ നിസ്സഹായായിരുന്നു. അവൾക്കും അച്ഛനെ ഒന്നും പറഞ്ഞ് പിടിച്ചു നിർത്താനും വയ്യ. അങ്ങനെ അവരെല്ലാം യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ഹാപ്പിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരെയും പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ട് മുത്തു പോയി രാജീവിനോട് മാപ്പ് പറയുന്നു. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഈ നിലയിലേക്ക് എത്തിയതെന്ന് എനിക്കറിയാം. അതൊന്നും ചിന്തിക്കാതെ ഞാൻ എന്തൊക്കെയോ നിങ്ങളെടുത്ത് പറഞ്ഞു. അന്ന് നിങ്ങളുടെ അവിടെ വെച്ച് നിങ്ങളെ നാണം കെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതിനെല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് അയാൾ പറയുന്നു. നമുക്കിടയിലെ പ്രശ്നം നമ്മുടെ മക്കളുടെ സ്നേഹത്തിനിടയിൽ വരാൻ പാടില്ല. അവർ ഒരുമിച്ച് തന്നെ ജീവിക്കട്ടെ. രാജീവ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മുത്തു തന്നോട് മാപ്പ് പറയുമെന്ന്. അയാൾ മാപ്പ് പറഞ്ഞതോടുകൂടി രാജീവിന്റെ മനസ്സലിഞ്ഞു. മുത്തു പറയുന്നുണ്ട്, രണ്ടുപേരുടെയും വിവാഹം ബാംഗ്ലൂർ വെച്ച് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ രീതിക്ക് തന്നെ നടക്കട്ടെ എന്ന്. ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരാമെന്ന്. അങ്ങനെ അവർ അവിടെ നിന്നും പോയി. പക്ഷെ അന്ന് രാത്രി മുത്തുവിനോട് ഹാപ്പി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അവരോട് മാപ്പ് പറഞ്ഞതെന്ന്. അതിന് മറുപടിയായിട്ട് മുത്തു പറയുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാപ്പ് ചോദിച്ചതെന്ന്. ഞാൻ കാരണം നിനക്ക് ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ദേഷ്യമൊന്നും നീ എന്നോട് തീർത്തിട്ടില്ല. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയത് ആ തേൻമൊഴി ഇവിടെ വന്നപ്പോഴാ. തേൻമൊഴി പോകുന്നതിന് മുമ്പ് മുത്തുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ ഞാൻ ഹാപ്പിയെ റിജക്ട് ചെയ്തത് നിങ്ങളുടെ ഇരട്ടപ്പേര് കാരണവും നിങ്ങളുടെ രൂപം കാരണവുമാണ്. അന്ന് എനിക്ക് തെറ്റുപറ്റി. ഹാപ്പി നല്ലവനാണ്. അവനിപ്പോൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞു. ആ പെൺകുട്ടിയെങ്കിലും അവന് കിട്ടണം. ഒന്നിന്റെ പേരിലും അവനത് നഷ്ടപ്പെടാൻ പാടില്ല. കൂടാതെ തേൻമൊഴി മുത്തുവിന്റെ കാലിൽ വീണ് മാപ്പ് പറയുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ വാക്കുകളായിരുന്നു അയാളെ സ്വാധീനിച്ചത്. മുത്തുവിന്റെ ഇരട്ടപ്പേരും അയാളുടെ രൂപമൊക്കെ കാരണം ഹാപ്പി ജീവിതത്തിൽ പല കളിയാക്കലുകളും കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും തന്റെ അച്ഛനിലേക്ക് അവൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് രാജീവിനോടൊരു ചെറിയ മാപ്പ് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഒന്നും സംഭവിക്കില്ല എന്നും മുത്തു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അയാളോട് സോറി പറഞ്ഞത്. നീ എന്റെ മകനായിട്ട് ജനിച്ച സമയത്ത് ഞാൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. വഴിയിൽ നിന്നെയും കൊണ്ട് പോകുന്ന സമയത്ത് എല്ലാവരും എന്റെ മകനാണോ നീ എന്ന് എടുത്തു ചോദിക്കും. അതേന്ന് സന്തോഷത്തോടെ ഞാൻ പറയും, നിനക്ക് ശേഷം ഞങ്ങളൊരു കുട്ടിക്ക് പോലും ജന്മം കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ കുട്ടി നിന്റെ അത്ര സൗന്ദര്യത്തോടെ ജനിച്ചില്ലെങ്കിലോ എന്നെ പോലെ ആയി പോവുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു. ആദ്യമൊക്കെ നിനക്ക് എന്റെ കൂടെ നടക്കുന്നത് ഇഷ്ടമായിരുന്നു. പക്ഷെ നീ വളർന്ന് വലുതാകും തോറും എന്റെ കൂടെ നടക്കുന്നത് ഇഷ്ടമല്ലാതെയായി. ആൾക്കാരൊക്കെ എന്തിനാ എന്നെ കുതിരമുട്ടയെന്ന് വിളിക്കുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. കാരണം കുതിര ഒരിക്കലും മുട്ടയിടാറില്ലല്ലോ. എന്നിട്ടും ആൾക്കാർ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു. ഞാനും അതിനെ ചോദ്യം ചെയ്തില്ല. എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കുന്നു കരുതി. ആരും സംസാരിച്ചില്ല. പക്ഷെ ഇന്ന് തേൻമൊഴി തന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞപ്പോൾ ഈ നാട് മുഴുവൻ എന്നോട് മാപ്പ് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാ താനും തന്റെ ഈഗോ എല്ലാം വിട്ടതെന്ന് മുത്തു പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുത്തുവും കുടുംബവും ബാംഗ്ലൂരേക്ക് പോകുന്നതും അവിടെ വെച്ച് കാവ്യയുടെയും ഹാപ്പിയുടെയും വിവാഹം നല്ല രീതിയിൽ നടക്കുന്നതുമാണ്. വിവാഹശേഷം അത്യാവശ്യമായിട്ട് പുറം രാജ്യത്തേക്ക് പോകണം, നീ ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് രാജീവും കുടുംബവും ഹാപ്പിയും കൂട്ടി മറ്റു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. ഒരാഴ്ചത്തെ വിസിറ്റ് ആയിരുന്നു അത്. പക്ഷെ ആ കൂട്ടത്തിലേക്ക് ഹാപ്പിയുടെ അച്ഛനെയും അമ്മയും അവർ വിളിച്ചില്ല. അതിൽ ഹാപ്പിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. അവൻ ഫ്ലൈറ്റിലിരിക്കുമ്പോഴും ആലോചിക്കുന്നത് ചെറുപ്പത്തിൽ താൻ താജ്മഹൽ കാണണമെന്ന് പറഞ്ഞിട്ട് അത് സാധിച്ചു തരാൻ തന്നെ കൊണ്ട് ഡൽഹിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മുത്തുവിനെയായിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു ഹാപ്പി ഡൽഹിയിലേക്ക് പോകാൻ ട്രെയിനിൽ കയറിയിരുന്നത്. 3 പേർക്കുള്ള ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഹാപ്പിയുടെ അമ്മയ്ക്കും അച്ഛനും ഹാപ്പിക്കും വേണ്ടി. എന്നാൽ ഹാപ്പിയുടെ അമ്മയ്ക്ക് വരാൻ പറ്റാത്തത് കാരണം ഹാപ്പിയും അച്ഛനും മാത്രം പോകാനിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ടിക്കറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ടിറ്റിയാകട്ടെ വേറെ 2 ആൾക്കാരെ പിടിക്കുകയും അവരെ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്ന കേട്ടു. അവരുടെ സങ്കടം കണ്ടിട്ട് മുത്തു ആകട്ടെ അന്ന് മുത്തുവിന്റെയും ഹാപ്പിയുടെയും ടിക്കറ്റ് അവർക്ക് കൊടുത്തു. അത് കാരണം ഹാപ്പിക്ക് ഇന്ന് താജ്മഹൽ കാണാൻ പോകാൻ പറ്റിയില്ല. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ടിക്കറ്റ് ആകട്ടെ മുത്തു ഹാപ്പിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ടിക്കറ്റ് നീ സൂക്ഷിച്ചു വെച്ചിരിക്കണം. എന്നെങ്കിലും നീ പഠിച്ച് വലിയ ആളായി കഴിയുമ്പോൾ ഫ്ലൈറ്റില് നിന്റെ അമ്മയെ എന്നെയും
അച്ഛനെയും താജ്മഹൽ കാണാൻ നീ കൊണ്ടുപോകണമെന്ന്. അവൻ ആ ടിക്കറ്റ് അപ്പോഴും തന്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിഷമത്തോടു കൂടി അവൻ തന്റെ അച്ഛനെ പറ്റി ആലോചിക്കുന്നു. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അവരുടേത്. ശ്രീലങ്കയിൽ അവർ ഇറങ്ങിയ സമയത്ത് അവൻ സങ്കടത്തോടു കൂടി ആ ടിക്കറ്റ് നോക്കിയിരുന്നുകൊണ്ട് രാജീവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എന്റെ അച്ഛനെ അമ്മയെ നിങ്ങളുടെ കൂടെ കൂട്ടാതിരുന്നതെന്ന്. അവരുടെ ലുക്ക് കൊണ്ടാണോ? നിങ്ങളുടെ മോഡേൺ ഫാമിലിയിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ? ഈ മോഡേൺ കൾച്ചർ കാരണം ആൾക്കാരുടെ ഇടയിലുള്ള സ്നേഹത്തിൽ പോലും പല വ്യത്യാസങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. കാവ്യ എന്റെ അച്ഛനെ കണ്ടപ്പോൾ മുതൽ അച്ഛാന്നാ വിളിക്കുന്നത്, പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പോഴും സാറെന്നാ വിളിക്കുന്നത്. അതും പറഞ്ഞ് അവൻ കരയുന്നുണ്ടായിരുന്നു. ആ സമയം അവന്റെ അച്ഛനും അവനെ ഒരുപാട് മിസ് ചെയ്യുന്നു. അയാൾ അവന്റെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് ഹാപ്പിയും രാജീവിന്റെ കുടുംബവും വരുന്നു. എന്തു പറ്റി, നിങ്ങൾ എന്താ യാത്ര മുടക്കി തിരിച്ചു വന്നെന്ന് ചോദിക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. ഹാപ്പി തന്റെ കയ്യിൽ കരുതിയിരുന്ന ടിക്കറ്റ് രാജീവ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ ടിക്കറ്റ് രാജീവ് എടുത്ത് നോക്കിയ ശേഷം ഞെട്ടിത്തെറിച്ചുകൊണ്ട് തന്റെ പേഴ്സിൽ നിന്ന് അയാൾ ഒരു ടിക്കറ്റ് എടുക്കുന്നു. അത് രണ്ടും ട്രെയിനിന്റെ തന്നെ ടിക്കറ്റ് ആയിരുന്നു. ടിക്കറ്റുമായിട്ട് രാജീവ് വന്ന് മുത്തുവിന്റെ കാലിലേക്ക് വീഴുന്നു. മുത്തുവിന് കാര്യം മനസ്സിലായില്ല. അയാൾ ടിക്കറ്റ് എടുത്ത് മുത്തുവിനെ കാണിച്ചുകൊണ്ട് പണ്ട് നടന്ന കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഹാപ്പിയും കൊണ്ട് താജ്മഹൽ കാണാൻ മുത്തു പോയ സമയത്ത് ട്രെയിനിൽ കയറിയിരുന്നതാണല്ലോ. പക്ഷേ രണ്ടാൾക്കാരെ ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാത്റൂമിൽ ഒളിച്ചിരുന്ന് ഡൽഹിയിലേക്ക് പോകാൻ ശ്രമിച്ചതിന്. അത് മറ്റാരും ആയിരുന്നില്ല, അത് രാജീവും അയാളുടെ വൈഫും ആയിരുന്നു. അന്നവർ കാവ്യ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. തങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഡൽഹിയിലെത്തണം, എനിക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ ജോലി കിട്ടിയാൽ മാത്രമേ തങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തങ്ങൾക്ക് നേടാൻ സാധിക്കൂ എന്ന് രാജീവ് പറഞ്ഞു. എന്നാൽ ടി അതൊന്നും കേട്ടില്ല. ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് അയാളെ അടിച്ചു. ഇത് കണ്ടുകൊണ്ടുവന്ന മുത്തുവായിരുന്നു അന്ന് അവരെ ഹെൽപ്പ് ചെയ്തത്. അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ, അവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവർക്ക് അത്രയ്ക്ക് അത്യാവശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർ കള്ളവണ്ടിയൊന്നും കയറാൻ നിൽക്കില്ല. നിങ്ങൾക്ക് ടിക്കറ്റ് അല്ലേ വേണ്ടത്, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് മുത്തു തന്റെ കയ്യിലെ ടിക്കറ്റ് രാജീവിന് കൊടുത്തു. ഹാപ്പിയുടെ കയ്യിലുണ്ടായിരുന്ന അവന്റെ ടിക്കറ്റും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി രാജീവിന്റെ വൈഫിന് കൊടുത്തു. ഹാപ്പി എന്ന് ഒരുപാട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തനിക്ക് താജ്മഹൽ കാണണമെന്ന് പറഞ്ഞിട്ട്. അവനെ ആശ്വസിപ്പിച്ച് ആ ട്രെയിനിൽ നിന്ന് ഇറക്കുകയും രാജീവിനോടും വൈഫിനോടും എവിടെയാണെങ്കിലും പോയി രക്ഷപ്പെടണമെന്ന് പറയുകയും ചെയ്തു. ഒരിക്കലും ഈ യാത്ര മറക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാജീവ് ആ ടിക്കറ്റ് കളയാതെ സൂക്ഷിച്ചിരുന്നു. അന്ന് തന്നെ ഹെൽപ്പ് ചെയ്തത് മുത്തു ആയിരുന്നു എന്ന് അയാൾ ഇന്ന് ഓർത്തെടുത്തു. അന്ന് മുത്തു ഇവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ ഈ കാണുന്ന ഒരു നിലയിലും എത്തില്ലായിരുന്നു. അത് മനസ്സിലാക്കിയാണ് രാജീവ് മുത്തുവിന്റെ കാലിൽ വീണത്. ഹാപ്പിയോടും അയാൾ ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. തന്റെ അച്ഛൻ എത്രത്തോളം നല്ലവനായിരുന്നുവെന്ന് ഹാപ്പിക്ക് മനസ്സിലാകാൻ തുടങ്ങി. പല സാഹചര്യത്തിലും ഹാപ്പി തന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൻ ആഗ്രഹിച്ച ചോക്ലേറ്റ് അയാൾ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ അവൻ പിണങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ സമ്മാനപ്പൊതി അവൻ തുറന്നുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ പോയി തുറന്നു നോക്കിയപ്പോൾ അവൻ ആഗ്രഹിച്ച പോലെ ആ സമ്മാനപ്പൊതിക്കുള്ളിൽ അയാൾ അന്ന് ചോക്ലേറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അന്നവൻ കണ്ടില്ല. അവന്റെ അച്ഛനെ അന്നവൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. തന്റെ അച്ഛനോട് ഹാപ്പിയും എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. പിന്നീട് തന്റെ അച്ഛന്റെ കൂടെ നടക്കാൻ ഹാപ്പിക്ക് ഒരു നാണക്കേടുണ്ടായിരുന്നില്ല. അഭിമാനത്തോടു കൂടി തന്നെ പണ്ട് എങ്ങനെയായിരുന്നു അയാളുടെ കൂടെ നിന്നിരുന്നത്, അവൻ അയാളുടെ കൂടെ തന്നെ നിൽക്കുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.